പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. പൊട്ടിക്കട്ടെ. അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി ഹെൽമെറ്റിന്റെ ക്വാളിറ്റി പരീക്ഷിക്കലാട്ടാ. സാധാരണ നമ്മളൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടിയൊക്കെ വാങ്ങിക്കും, പക്ഷേ നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിക്കില്ല കേട്ടാ. ഞാൻ ഇന്നലൊരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ അതിലൂടെ നല്ല ഹെൽമെറ്റാണ് കേട്ടോ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കമ്പനി ഹെൽമെറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരീക്ഷണം എന്നറിയോ, ഈ സാധാരണ നമ്മൾ 500, 300 കിട്ടുന്ന ഹെൽമെറ്റ് നമ്മുടെ തലയെ എത്രത്തോളം സംരക്ഷിക്കണം എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോകണം. അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും കേട്ടോ. ഇതെന്താ സംഭവം അറിയാം, നമ്മൾ ഈ പോലീസുകാരെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് വെറുതെ ഒരു ചട്ടിപ്പോലെ തലയെ കൗത്തൂർ പോകണം. ചില ആളുകൾക്ക് ഗ്ലാസ് ഉണ്ടായില്ല, ഈ വൈസർ ഉണ്ടായില്ല, ഒരു സാധനം ഉണ്ടായിട്ട് അങ്ങനെ പോകണം. അപ്പോൾ നമ്മളിന്നത്തെ പരീക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ വെട്ടിക്കാനല്ല, നമ്മുടെ തലയ്ക്ക് എത്രത്തോളം നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ കൂട്ടുകാർക്കും നിങ്ങളുടെ നാട്ടുകാർക്കും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് നോക്കി. കാരണം സാധാരണ ഹെൽമെറ്റ് അതിൻ്റെ പോരായ്മ എന്താണ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇത്തിരി ഒരു 800, 1000, 1500 രൂപ റേഞ്ചിൽ നമ്മൾ ഹെൽമെറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഗുണം, നമ്മുടെ തലയ്ക്ക് എന്താണ് ഗുണം കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറേ ഹെൽമെറ്റ് ഉണ്ട്, 4 സൈസിൽ നമ്മൾ ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് മുകളിൽ പോയി നോക്കാം. അപ്പോൾ നമ്മൾ 4 ഹെൽമെറ്റിലാണെന്ന് പരീക്ഷ നടത്താൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നമ്മൾ കാണിക്കില്ല, ഇനി ഒരെണ്ണം കൂടി നമ്മൾ എടുത്തിട്ട് കേട്ടാ, അത് നമ്മൾ കാണിക്കില്ല. ഇതെല്ലാം പൊട്ടിയാൽ നമ്മൾ അതിന് പൊട്ടിക്കും അല്ലേ. അത് ഇത്തിരി വില കൂടിയ ഹെൽമെറ്റാണ് കേട്ടാ. അപ്പോൾ ഇതിൽ ഏകദേശം 1500 രൂപ വരെ, 300, 500, 800, 1500. ഈ 1500 എന്ന് പറയുമ്പോൾ തന്നെ 1500, 800 എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പൊട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ബ്രാൻഡ് കാണിക്കുള്ളൂ. നമ്മൾ ആരെയും മോശപ്പെടുത്താനോ ഇതിനു വേണ്ടി കാണിക്കുന്നത്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ ഇടുമ്പോഴും നിങ്ങൾ ധരിക്കുമ്പോഴും നിങ്ങൾ തലനെ എപ്പോഴും ഓർക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് ഈ 300 രൂപയുടെ ഹെൽമെറ്റ് നമ്മുടെ തല സംരക്ഷിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോട്ടാ. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ ആക്സിഡൻ്റ് ആയി കിടക്കുമ്പോൾ ഹെൽമെറ്റ് പൊട്ടി ചെതറിങ്ങനെ കിടക്കണം കാണാട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ പ്രത്യേകിച്ച് ISI മുദ്രയൊക്കെ ഉള്ളതില്ലേ, അത് ഒറിജിനലാണോ സാധനങ്ങളാണോ ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ 800 അല്ലെങ്കിൽ 700 കിട്ടുമ്പോൾ നല്ല ബ്രാൻഡ് ഉണ്ടാവും അല്ലേ, ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ISI മുദ്രയും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 300 നമ്മൾ തുടങ്ങാം. 300 ISI ഉണ്ട്, പക്ഷേ എത്രത്തോളം ISI ഉള്ളതാണെന്ന് നമുക്കറിയില്ല കേട്ടോ. 300 പിന്നാലെ ISI ഉണ്ട്, നമ്മളതൊന്നും കാണിക്കില്ല. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 300 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ക്വാളിറ്റി എന്തുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കാട്ടാ. കൊണ്ടാ രതീഷ് ഉണ്ടാക്കി ചുറ്റിയാണ്ടാ വരവില്ലേ, ഇച്ചിരി മാറി നിന്നോട്ടാ, ചിലപ്പോൾ ഇത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ അടി അടിക്കുള്ളൂ കേട്ടോ ആദ്യം അല്ലേ. പൊട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും അടിക്കുള്ളൂ. മാക്സിമം ലോഡ് ഇട്ടാണ് ഇത്. എത്ര 6ൻ്റെ 6ൻ്റെ ഹാമറാണ് കേട്ടോ. 6ൻ്റെ ഹാമറാണിത്. 6ൻ്റെ ഹാമർ പറഞ്ഞാൽ ഏകദേശം ഒരു 4 കിലോ വെയിറ്റ് ഉണ്ടാകും കേട്ടോ. 4 കിലോ വെയിറ്റ് മുകളിൽ നിടുമ്പോൾ നമ്മുടെ ശക്തി ഉപയോഗിക്കുമ്പോൾ അത് 6 പൗണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുക, നല്ല മുകളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വെയിറ്റും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പോകണം. പൊട്ടിക്കട്ടെ. അടിച്ചോ. തല്ലണ്ടല്ലേ, തല്ലൊന്നും വേണ്ടത്. എന്താ അതിന്റെ സംഭവം നോക്കിയേ. ഒറ്റ വെറുതെ നമ്മളെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി, വെറുതെ ഇങ്ങനെ വീണാൽ തന്നെ ഇത് പൊട്ടുകണ്ട. വെറുതെ തെർമോകോൾ ഇട്ടിട്ട് ഉണ്ടാക്കി എന്തോ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയട്ടാ. നമുക്ക് ഒന്നുമേ ഒരു ഇതും കേട്ടാ, വെറുതെ ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണം. വെറുതെ നമ്മൾ അത്ര വെയിറ്റ് ഒന്നും കൊടുത്തില്ല, ചെറിയൊരു ഇത് ഇട്ടാണ് സാധനം. അതിന്റെ വെയിറ്റേ ഉള്ളൂ, ഹാമറിന്റെ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ വണ്ടിൻ്റെ അടിയിലൊക്കെ നമ്മൾ പൂവല് വണ്ടിൻ്റെ മുകളിൽ സ്പീഡിൽ പോകണം, വണ്ടിൻ്റെ മുകളിൽ നിന്ന് വീണാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇനി നമുക്ക് അടുത്തത്. അപ്പോൾ നമ്മൾ ഒന്നിന് തീരുമാനമായി അതേ വെയിറ്റും അതേ ലോഡ് വിട്ടിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പൊട്ടിക്കാൻ വേണ്ടി പോകട്ടാ. നോക്കാം അല്ലേ, ഇത് എന്തായാലും നോക്കാലോ. ഇത് പിന്നെയും കുഴപ്പമില്ല എന്നും പറയാൻ പറ്റില്ല. ഇതാ ഇങ്ങനെയായി സാധനം. രണ്ടും ഏകദേശം ഒരമ്മ പറ്റ മക്കളെ പോലെ അല്ലേ. ഇതാ ഒന്നുമില്ലത്, ഇത് ശരിക്കില്ലതാ കഴിഞ്ഞതാ, അത്രേ ഉള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ തന്നെ ഇത് പൊട്ടും, അത്രേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിറ്റിട്ടാണ്. വെറുതെ ഒരു ചെറുമോ കൊണ്ടൊരു പീസ്, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്ലാസ്റ്റിക്. ഇത് പഴയ പ്ലാസ്റ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴയതുകൊണ്ടുണ്ടായി ആ ഒരു മണമാണ് ഇവിടെ അടിക്കണ്ടാ അല്ലേ. പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണമാണ് അടിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത്, ഇതിപ്പോൾ 300ൻ്റെയും 500ൻ്റെയും ഏകദേശം തലയെടുത്ത് കഴിഞ്ഞു. ഇത് നമുക്ക്
800ലേക്ക് കടക്കാം. അങ്ങനെ 300-ന്റെ 500-നെയും കഴിഞ്ഞു. ഇനി പൊട്ടിക്കാൻ പോകുന്നത് 800-നെയാണ്. 800-ന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളപ്പോൾ നോക്കാം. ഇത് ആദ്യത്തെ പരീക്ഷണമാണ് നമ്മുടെ. നമുക്ക് എന്തായാലും പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അത് മുകളിൽ എയർ ഹോളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇടാൻ വേണ്ടി പോകണം. അതേ വെയിറ്റ് അതേ ലോഡ് കേട്ടോ. ഹാ 800-ന്റെ സാധനമില്ലേ, ഒന്നും സംഭവിച്ചിട്ടാ. ഈ എയർ ഹോള് മാത്രമേ പ്രശ്നമായിട്ടില്ല. ഇതല്ല, ഇത് കമ്പനി നമ്മൾ എന്തായാലും കാണിക്കില്ല. എയർ ഹോൾ, ഇത് എയർ പോകാനുള്ള ഒരു സാധനമില്ലേ, അതാണ് കേട്ടോ. അത് ഒരു ലോഡും കൂടി നമുക്ക് ഇട്ട് നോക്കാം. 800 തന്നെ ഒരു ലോഡും കൂടി നമുക്ക് ഇട്ട് നോക്കാം. നമ്മുടെ സാധാരണ ഇതിലിട്ട പോലെ ഇട്ടപ്പോൾ അതിൽ പൊട്ടിയിട്ടില്ല. അപ്പോൾ ഒത്തിരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു വീഴ്ചയൊക്കെ സംരക്ഷണം കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. വീണ്ടും നിർത്താൻ ആനെങ്കിലും മതി. രണ്ടാമത്തെ തട്ടിട്ടാ, ഒന്നും സംഭവിച്ചില്ല. ഇത് വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. അത് ഒന്നും കൂടെ നമുക്കിടാം. അപ്പോൾ മൂന്നാമത്തെ ഇടാൻ പോട്ട. ഇപ്പോഴാണെന്ന് ചെറുതായിട്ട് നളുങ്ങി ചെയ്തിട്ടതാ, ഒരു ചെറിയൊരു നളുക്കമുണ്ടായത്. ഇപ്പോൾ പൊട്ടിയില്ല കേട്ടാ. ഇത് 101 കൂടി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ കൊടുത്ത് നോക്കല്ലേ. നമ്മൾ നശിപ്പിക്കാന്നുള്ളതല്ല ലക്ഷ്യം. ഇതിൽ സ്ട്രോങ് എത്രയാണെന്ന് പരീക്ഷിക്കാന്നുള്ളത്. നമ്മൾ 3 ഇട്ടോ പൊട്ടിയില്ല. ഇത് നാലാമത്തെ നാലാമത്തെയും ഒന്നും ആയില്ല കേട്ടാ. പൈസ താത്തേക്ക് അഞ്ചാമത്തെ അതന്നെ വീണ്ടും. ഇത്തിരി നല്ലോണം വെയിറ്റ് ഇട്ട് അടിക്കാൻ വേണ്ടി പോകണം. ഇത് പൊട്ടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എങ്കിൽ പൊട്ടു ചെക്ക് ചെയ്യണം. ഇപ്പോഴാണ് പൊട്ടിയിട്ടത്. അത്രയും വെയിറ്റ് ഇട്ട് നമ്മൾ തല്ലിയത് കൊണ്ടാണ് സാധനം പൊട്ടിയത്. ഇല്ലെങ്കിൽ ഇതൊന്നും പൊട്ടില്ലേട്ടാ. എന്നിട്ട് ഇതിൻ്റെ സാധനങ്ങളൊന്നും അഴിഞ്ഞു വന്നില്ലേട്ടാ. എന്ന് വെച്ചാൽ തല്ലി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം ഇത് പൊട്ടുള്ളൂട്ടാ, അല്ലാണ്ട് ഇത് പൊട്ടില്ല കേട്ടാ. ഇപ്പോഴാണ് ചുറ്റിയത് ഉള്ളിൽ പോയത്. എന്ന് വെച്ചാൽ 3 അടി, 4ാമത്തെ അടിയില്ലേ. 4ാമത്തെ അടി എന്ന് പറഞ്ഞാൽ 3 അടിൻ്റെ അത്രയും പവർ ഇട്ടാ 4ാമത്തെ അടിച്ചിട്ടാ. എന്നിട്ട് ഇത് ക്വാളിറ്റിയുടെ സാധനം കേട്ടാ, അങ്ങനെ സാധനം എന്താ. അപ്പം അത്യാവശ്യമൊക്കെ നമ്മളെ സംരക്ഷിക്കും കേട്ടാ. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം അല്ലേ. അപ്പം ഇനി 1500 ഇട്ടോ. അതിലാണ് നമുക്ക് നല്ലൊരു പ്രതീക്ഷ അല്ലേ. പൊട്ടുമല്ലോ നോക്കാം. എന്തായാലും നമ്മൾ ആദ്യം സാധാരണ നമ്മൾ അടിച്ച പോലെ നോർമൽ വെയിറ്റ് ഇട്ട്, ഫസ്റ്റത്തെ വെയിറ്റ് ഇട്ട് നമുക്ക് അടിക്കാം കേട്ടാ. അപ്പോൾ കിട്ടെ മറ്റേ ഇരുമ്പോ ഇരുമ്പ് കട്ട പോലെ ഉള്ളത്. ഒന്നുകൂടെ ഒന്നും ആയില്ല കേട്ടോ. ഒരു സംഭവമല്ല. ഇത് ചുറ്റി ഇവിടെ തട്ടി വഴുക്കി പോയി നോക്കും. ഇപ്പം രണ്ടാമത്തെ അടി നമ്മൾ അടിക്കാൻ വേണ്ടി പോകണം. ഇത് ആനങ്ങില്ല. അത് അതേപോലെ തന്നെയാണ്, ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ ഇത്തിരി കൂടെ സ്ട്രോങ് അല്ലേ. ആനങ്ങിലിട്ടതാ, ചുറ്റിന്റെ പാട് മാത്രമേ ഉള്ളൂ. നാലാമത്തെ ഒന്നുകൂടി പോയി. നാലാമത്തെ നമ്മൾ ഫുൾ പവർ എടുത്തിട്ടാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകട്ടാ. നോക്കാം ഏകദേശം മാറി നോക്കുന്നു. നോക്കാം ഏകദേശം മാറി നോക്കുന്നു.
നാലാമത്തെ അടി അടിച്ചപ്പോ ചെറിയൊരു ഡാമേജ് ഇട്ടാ ഇതാ. ഇനി നമുക്ക് അടിച്ചു നോക്കാം ഒന്നുകൂടെ. പൊട്ടിക്കണമല്ലോ. എന്ത് ഇത് അഞ്ചാമത്തെട്ടാ. നമ്മൾ ഫുൾ പവർ കൊടുത്തിട്ടാ. അതെ അതെ ഇത് പരീക്ഷണം. ഇനി നമ്മൾ പൊട്ടിക്കാൻ വിചാരിച്ചാൽ പൊട്ടും കേട്ടാ അല്ലേ? പൊട്ടിക്കാൻ ഇരുന്ന് തല്ലിയാൽ പൊട്ടും. പക്ഷെ ഇത്ര നമ്മൾ 5 അടി നമ്മൾ ഇങ്ങനെ അടിച്ചിട്ടും ആകെ നമുക്ക് ഡാമേജ് ആയിരിക്കും ഇവിടെയാണ് കേട്ടാ. അപ്പൊ ഇത് മിക്കവാറും നമ്മളെ സംരക്ഷിക്കും അല്ലേ? നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു 1500 രൂപ റേഞ്ച് വരുന്ന ഒരു ഹെൽമെറ്റ് ആണ് കേട്ടാ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം കേട്ടാ. നമ്മൾ ഈ 200-നും 300-നും 500-നും വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു 1000 രൂപയോട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള. അതേപോലെ തന്നെ ഇതിന് മുന്നേ നമ്മൾ പൊട്ടിച്ചത് അല്ലേ? അതും അത്യാവശ്യം സേഫാണ്. പക്ഷെ 200-ഉം 500-ന്റെയും അല്ല 300-500-ന്റെയും ഒന്നിനും കൊള്ളില്ല കേട്ടോ. അതിന് നമ്മൾ കമ്പനി പറയാല്ലേ? കമ്പനി പറയാം, കുഴപ്പമില്ല. സ്റ്റീൽ ബേർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കേട്ടോ. അത് സ്റ്റീൽ ബേർഡ്. ഇത് 1000 + 50 ഗ്രാം അന്തോ എഴുതിയിട്ടാ വെയിറ്റ് അല്ലേ? 1000 + അത്ര ഇല്ലല്ലോ ഇത്. 1000 + 50 ഗ്രാം എന്നാട്ടാ. പക്ഷെ സാധനം കൂളി സാധനം കേട്ടാ. ഒരു രക്ഷയില്ലത് കേട്ടാ. ഇത് എന്താണ് ഇതിന്റെ പേരെന്താണ്? നമുക്ക് ഒന്നുകൂടെ പൊട്ടിച്ച് നോക്കാം. നമുക്ക് എന്ത് അല്ലേ? 5 അടി അടിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. 6ാമത്തെ ഒരു അടി കൂടെ അടിച്ച് നോക്കാം, പരീക്ഷണം. പക്ഷെ സാധനം കൊള്ളട്ടാ. ഇത് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ഇതിന് പൊട്ടിക്കണം. അല്ലാണ്ട് നോർമൽ രീതിയിൽ നമ്മളൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ പൊട്ടേണ്ടതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഒന്നുകൂടെ നമുക്ക് അനങ്ങില്ലതാ. ഇപ്പോഴാണിത് പരിപാടി. ഇത് ചതകളെങ്കിലും ചെയ്യണം. ഇപ്പോഴാണ് ഒരു ക്രാക്കെങ്കിലും ആണ്. ഒന്നുകൂടെ അടിക്കാം. വിട്ടോ, മാറിക്കോ. ഓക്കെ എന്നോ എടേ. കണ്ടാ 6-7 അടി അടിച്ചിട്ടാണിത് പൊട്ടുന്നത്. അപ്പോൾ എന്നിട്ടും എന്താ പറയുക, പൊട്ടുള്ളത് കേട്ടാ. ചതയനേ ഉള്ളൂ, പൊട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പൊട്ടി ചിന്നി നമ്മൾ ഫസ്റ്റത്തെ കണ്ട പോലെ ചിന്നി തെറിക്കണമെന്നില്ല കേട്ടോ. അത് ഇപ്പം ഇങ്ങനെ നമ്മൾ വീഴാൻ സംഭവിക്കില്ല. വീഴുകയാണെങ്കിൽ കൂടുതലായിട്ട് അടി വരുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്താണ് നമുക്ക് കൂടുതലല്ലേ. ബാക്ക് ഈ സൈഡൊക്കെയാണ് നമുക്ക് അടിക്കുക. അത് നമ്മൾ നെറുകിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റാണ്. ഇനി ഇതിന് മുകളിലും നല്ല നല്ല ഹെൽമെറ്റുകളുണ്ട്. ഇപ്പോൾ വിദേശത്തിലെ വെളി രാജ്യത്തെ ഹെൽമെറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക. നമ്മുടെ തല സേഫാക്കുക. അതേപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, വണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക. പോലീസുകാരെയോ അല്ലെങ്കിൽ സർക്കാരിനോ നമ്മൾ ഒരു 500 രൂപ ഫൈൻ കിട്ടുന്നത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കേണ്ട. തലയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഒന്നുകൂടി പറയുകയാണ്, ഇത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം ചെയ്തതാണ്. ഒന്നും നശിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്തല്ല അല്ലേ? തലയ്ക്ക് നമുക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്, എത്രത്തോളം കൊടുക്കണം എന്നുള്ളതിന് ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നല്ല ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡ് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല ബ്രാൻഡുകൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചോ കേട്ടോ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.